എന്താണ് അഭിലാഷേ? അതേട്ടാ പാവക്ക വിയത്തിൽ അവിൽ മിൽക്കിന് ഇത്രയും കയ്പ് വന്നു. എന്റെ അഭിലാഷേ, ഈ ഇത്ര കുറ്റബോധപ്പാടില്ലേ? അല്ല പാവക്ക, പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ നീട്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതൊന്നും പോരാത്തതിന് മോളെ കയ്യിലെടുക്കണമെന്ന് അജേഷ് പറയണേ. ശരി, എൻ്റെ ആൾ അജേഷ് കൊള്ളാലോ. എന്ത് കൊള്ളാന്ന് പാവക്ക പറയണേ? അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ ചങ്ങയ്യേ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ ഓൻ പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട്. അഭിലാഷേ, വാത്സ്യായന്റെ കാമശാസ്ത്രത്തിൽ പറഞ്ഞത് എന്താണ്? എനിക്ക് വിവാഹിതയെ ആ സ്ത്രീയെ വശീകരിക്കാൻ അവളുടെ കുട്ടിയെ കയ്യിലെടുക്കണം. അപ്പൊ അതത്ര മോശപ്പെട്ട ഐഡിയ ഒന്നുമല്ല. ഈ ശരിക്കിരുന്നു ഒന്ന് ആലോചിക്ക്. ഇതാ കുറച്ച് പണിയുണ്ട്, ഇപ്പോൾ വരാം. ഓള് ഒരുങ്ങ ഈ കേറിയിരിക്കി. അത് കുഴപ്പമില്ലമ്മ. അതെ, മൂപ്പരെങ്ങാനും ചോദിച്ചാല് ഓളെ ക്ലിനിക്കിന് സ്ഥലം നോക്കാൻ പോവാന്ന് പറയണ്ടട്ടാ. അനക്ക് പിള്ളവാതാന്നും അതിനുള്ള ആയുർവേദ ചികിത്സക്ക് ഓളെയും കുട്ടി പോവാന്നാ ഞാൻ പറഞ്ഞിരിക്കണേ. മോളെങ്കിൽ ആദ്യമായിട്ടാ കാണുന്നേ. अम्मी ने बोला है कि अजनबियों से कुछ मत लेना. അജ്നബി? അജ്നബി അജ്നബി. പരിചയമില്ലാത്തവരെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കൂലെന്ന് അവള് പറഞ്ഞേ. എനിക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നോണ്ടാ ഷെറി ഇല്ലാത്ത സമയത്ത് ഇവിടെ എല്ലാരും പിടിച്ചിക്കണേ. ഹിന്ദിയാണല്ലേ? അടുപ്പുള്ളവരടുത്ത് മാത്രമേ ഉള്ളൂ മലയാളം പറയൂ. അവിടുത്തെ ശീല. ഓ, അപ്പോ അടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് ഹിന്ദി പറയണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഷെറി, അപ്പൊ ഈ അഭിലാഷ് ആരാ? ഇവനെ സർ. താനെന്നേ SI കണ്ടേക്ക്. ആ, താൻ തന്നെ. സാറേ, കൊണ്ടുവല്ലോ നടക്കൂ. ഈ പാടൊക്കെ പെട്ടിട്ട് അവസാനം അവളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുമോ? ഞെട്ടണ്ടോ? അജേഷ് ഫ്രണ്ടാണ്, അവൻ പറഞ്ഞായിരുന്നു. ഞാൻ പേടിച്ചുപോയി. കൂടുതൽ പിടിപ്പിച്ചാൽ തന്റെ ഫ്യൂസ് പോകുന്നും പറഞ്ഞായിരുന്നു.
എടോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കിയോട്ടോ എന്നെ പേരിൽ ലൈഫിൽ ആദ്യത്തെ പോലീസ് കേസ് കിട്ടിയ ആളെ താൻ കണ്ടിട്ടുണ്ടോ? അതും സ്വന്തം അമ്മായി അച്ഛനീന്ന്. അത് ഞാൻ തന്നെ ആടോ. അതുകൊണ്ട് എൻ്റെ കഥകളൊക്കെ കേട്ടപ്പോ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ വിളിപ്പിച്ച. ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് വരും. താങ്ക് യു സാർ. ഞാനാകെ പേടിച്ചു പോയി. പക്ഷെ എസ് ഐ ഭയങ്കര കമ്പനി. അജേഷ് വിളിച്ച് പറഞ്ഞിരുന്നേ ഓനൊരു സർപ്രൈസ് ഇട്ടതാ. ഈ എന്താ ആലോചിക്കുന്നത്? ശരിക്കും ഈ കേസിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്തു പറ്റി? ഞാനേ ഇപ്പോഴാണ് ആലോചിച്ചത്, എനിക്ക് ഒരാളെ വിളിക്കാനുണ്ട്. ഞാനിപ്പോ വരാം. എടാ അജേഷേ, എടാ അവൾ എന്നോട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്താ പറയണ്ടേ? ഓക്കെ. എന്തു പറ്റി? ഇത് തിരുമേനി തൂങ്ങിയ വീടല്ലേ? ആ, പണ്ട് രാത്രി ഇവിടെ മണിയടിയൊക്കെ കേൾക്കുമെന്നും പറഞ്ഞ് ഈ വഴിയൊക്കെ പോകാൻ എന്ത് പേടിയായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ മണിയടി കേട്ട് നമ്മൾ പേടിച്ചോടിയത്? പകുതിക്ക് ഞാൻ വീണ് എന്റെ മുട്ട് പൊട്ടിയതൊക്കെ. അന്ന് നീയാ തിരിച്ചു വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയ. ഈ ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ഈ അന്ന് ഓടി വീടെത്തി കാണുമെന്ന് ഞാൻ വിചാരിച്ച. തിരിച്ചു വരാനുള്ള ധൈര്യം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. പോ. സത്യം പറയാലോ വാവക്ക, ഇവിടെ ഇരുന്ന് അടിക്ക് എനിക്ക് നല്ല ചടപ്പുണ്ടേനെ. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. നിങ്ങൾ സീനാക്കണ്ട, മൂപ്പർക്ക് അങ്ങനെ മോഡേൺ മൈൻഡാണ്. ഇന്ന് അഭിലാഷിന്റെ ദിവസമല്ലേ, നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യേ. ഭാവക, ഓളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. അതെനിക്ക് ഇന്ന് ഉറപ്പായി. എനിക്കത് മതി. അതെങ്ങനെയാടാ ഇല്ലാണ്ടക്ക? ഓളെ ലൈഫിൽ ചെറിയ സ്ഥാനം എനിക്കുള്ളത്. പിന്നെ കുറച്ച് കാലായോണ്ട് കുറച്ച് മണ്ണും പൊടിയൊക്കെ മുകളിൽ വീണുണ്ടാവും. അതൊക്കെ നമുക്ക് പൊടിയിട്ട് എടുക്കാടോ. എടാ അബി, അത് വെള്ളല്ലോ, ബീറാണ്. അഭിലാഷ, അതെനിക്ക് പരിചയമല്ലാത്ത. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിന്ന് കുടിക്കണം. ആഹാ. ഏട്ടാ എന്നടോ